ശമൂവേൽ അദ്ധ്യായം 18. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ശൗൽ അന്ന് അവനെ തൻ്റെ കൂടെയാക്കി അവൻ്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ അനുവദിച്ചില്ല. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യം ചെയ്തു. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും തൻ്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. ശൗൽ അയക്കുന്ന സ്ഥലത്തെല്ലാം ദാവീദ് പോയി കാര്യാദികൾ വിവേകത്തോടെ നടത്തിയിരുന്നു. അതുകൊണ്ട് ശൗൽ അവനെ സൈന്യത്തിന് മേലാധികാരിയാക്കി. ഇത് സർവ്വജനത്തിനും ശൗലിൻ്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേല്യ പട്ടണങ്ങളിൽ നിന്നെല്ലാം സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തും കൊണ്ട് തപ്പും തമ്പുരുവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റു ചെന്നു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവന് അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു. എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജ്യത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് അസൂയ തുടങ്ങി. പിറ്റേന്നാൾ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നു. അവൻ അരമനയിൽ ഇരുന്ന് അട്ടഹസിച്ചു. ദാവീദോ പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. ശൗലിൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ശൗൽ കുന്തം എറിഞ്ഞു. എന്നാൽ ദാവീദ് 2 പ്രാവശ്യം അവൻ്റെ മുമ്പിൽ നിന്നൊഴിഞ്ഞു മാറി. ദൈവം ദാവീദിനോടുകൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ശൗൽ അവനെ തൻ്റെ അടുക്കൽ നിന്ന് മാറ്റി സഹസ്രാധിപനാക്കി. അങ്ങനെ അവൻ ജനത്തിന് നായകനായി പെരുമാറിപ്പോന്നു. ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും വിവേകത്തോടെ നടക്കുന്നു എന്ന് ശൗൽ കണ്ടിട്ട് ഭീതനായി തീർന്നു. എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയതുകൊണ്ട് അവരെല്ലാം അവനെ സ്നേഹിച്ചു. അനന്തരം ശൗൽ ദാവീദിനോട്, എൻ്റെ മൂത്ത മകൾ മേരവുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. നീ ഒരു ശൂരനായി എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ കൈയല്ല, ഫെലിസ്ത്യരുടെ കൈ അവൻ്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്നാണ് ശൗൽ വിചാരിച്ചത്. ദാവീദ് ശൗലിനോട്, രാജാവിൻ്റെ മരുമകനായിരിക്കാൻ ഞാൻ ആരാണ്? ഇസ്രായേലിൽ എൻ്റെ ബന്ധുക്കളെല്ലാം എൻ്റെ പിതൃഭവനവും എന്തുള്ളൂ എന്ന് പറഞ്ഞു. ശൗലിൻ്റെ മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ടിയിരുന്ന സമയത്ത് അവളെ
മെഹോല്യാത്യനായ അദ്രിയേലിന് ഭാര്യയായി കൊടുത്തു. ശൗലിൻ്റെ മകളായ മിഖാളോ ദാവീദിനെ സ്നേഹിച്ചു. അത് ശൗലിന് അറിവ് കിട്ടി കാര്യം അവന് ബോധിച്ചു. അവൾ അവന് ഒരു കെണിയായിരിക്കേണ്ടതെന്നും ഫെലിസ്ത്യരുടെ കൈ അവൻ്റെ മേൽ വീഴേണ്ടതിനും ഞാൻ അവളെ അവന് കൊടുക്കും എന്ന് ശൗൽ വിചാരിച്ചു. ദാവീദിനോട്, നീ ഈ 2ാം പ്രാവശ്യം എനിക്ക് മരുമകനായി തീരണം എന്ന് പറഞ്ഞു. പിന്നെ ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, നിങ്ങൾ സ്വകാര്യമായി ദാവീദിനോട് സംസാരിച്ചു. ഇതാ രാജാവിന് നിന്നെ പ്രിയമാകുന്നു, അവൻ്റെ ഭൃത്യന്മാർ എല്ലാം നിന്നെ സ്നേഹിക്കുന്നു. ആകയാൽ നീ രാജാവിൻ്റെ മരുമകനായി തീരണം എന്ന് പറയുവിൻ എന്ന് കൽപ്പിച്ചു. ശൗലിൻ്റെ ഭൃത്യന്മാർ ആ വാക്ക് ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദ്, രാജാവിൻ്റെ മരുമകനാകുന്നത് അല്പകാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഞാൻ ദരിദ്രനും എളിയവനുമാകുന്നു എന്ന് പറഞ്ഞു. ശൗലിൻ്റെ ഭൃത്യന്മാർ ദാവീദ് ഇപ്രകാരം പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. അതിന് ശൗൽ രാജാവിൻ്റെ ശത്രുക്കൾക്ക് പ്രതികാരമാകുവാൻ തക്കവണ്ണം ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ ദാവീദിനോട് പറയണം എന്ന് കൽപ്പിച്ചു. ഫെലിസ്ത്യരുടെ കയ്യാൽ ദാവീദിനെ വീഴുമാറാക്കണമെന്ന് ശൗൽ ചിന്തിച്ചിരുന്നു. ഭൃത്യന്മാർ ദാവീദിനോട് ഈ വാക്ക് അറിയിച്ചപ്പോൾ രാജാവിൻ്റെ മരുമകനാകുവാൻ ദാവീദിന് സന്തോഷമായി. അവധി കഴിയുന്നതിനു മുമ്പേ ദാവീദും അവൻ്റെ ആളുകളും പുറപ്പെട്ടു ചെന്ന് ഫെലിസ്ത്യരിൽ 200 പേരെ കൊന്നു. അവരുടെ അഗ്രചർമ്മം കൊണ്ടുവന്ന് താൻ രാജാവിൻ്റെ മരുമകനാകേണ്ടതിന് രാജാവിന് എണ്ണി ഏൽപ്പിച്ചു. ശൗൽ തൻ്റെ മകളായ മീഖളിനെ അവന് ഭാര്യയായി കൊടുത്തു. ദൈവം ദാവീദിനോടുകൂടെ ഉണ്ടെന്നും ശൗലിൻ്റെ മകളായ മീഖൾ അവനെ സ്നേഹിച്ചു എന്നും ശൗൽ അറിഞ്ഞപ്പോൾ ശൗൽ ദാവീദിനെ അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിൻ്റെ നിത്യശത്രുവായി തീർന്നു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ വരുമ്പോൾ എല്ലാം ദാവീദ് ശൗലിൻ്റെ സകല ഭൃത്യന്മാരെക്കാളും ബഹുമാന്യനായിരുന്നു. അവൻ്റെ പേർ വിശുദ്ധമായി തീർന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.